അങ്ങനെ കാലിക്കറ്റ് പക വിട്ടുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തിനെതിരെ. ഇതിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് കൃഷ്ണദേവനാണ്. നേരത്തെ പറഞ്ഞതുപോലെ കൂറ്റനടിയായിരുന്നു എന്നതിൽ സംശയമില്ല. എന്നാലും കേരള ക്രിക്കറ്റ് ലീഗിൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ കളി തന്നെയായിരുന്നു അത്. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ യുവതാരം കൃഷ്ണദേവൻ ഇതോടെ സ്റ്റാർ ആവുകയും ചെയ്തു. നേരത്തെയും സ്റ്റാറാണ്, പക്ഷേ ഇതോടെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്ന സ്ഥാനം. നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം എരീസിനെതിരെ അവസാന 5 പന്തിലും സിക്സർ പറത്തി കൃഷ്ണദേവ് തട്ടുപൊളിപ്പൻ പ്രകടനം തന്നെ കാഴ്ചവെക്കുകയുണ്ടായി. വെറും 11 പന്തുകൾ മാത്രം നേരിട്ട കൃഷ്ണദേവൻ 7 സിക്സറുകൾ അടിച്ചു, 1 4 അടിച്ചു. അങ്ങനെ 49 റൺസ്, 11 പന്തിൽ നിന്ന് 49 റൺസ് അതിവേഗം അടിച്ചുകൂട്ടി. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റിൻ്റെ മത്സരം ഓരോ മത്സരവും ഒന്നിനൊന്ന് മികച്ചതാകുകയാണ്. കഴിഞ്ഞ ദിവസം 11 സിക്സറുമായി സൽമാൻ നിസാർ തിളങ്ങിയെങ്കിൽ ഇന്ന് സൽമാന് പകരക്കാരനായി ഇറങ്ങിയ ഒരു താരം ഒരു വെടിക്കെട്ട് കാഴ്ചവെച്ചു കൊല്ലത്തിനെതിരെ. കൃഷ്ണദേവ് നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് എന്താ ശരിക്കും സംഭവിച്ചേ? ശരിക്കും എന്താണ്, എനിക്ക് ആ സമയത്ത് ഇറങ്ങിയിട്ട് അടിക്കാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ലപോലെ കളിച്ച് ഇന്ന് നല്ലപോലെ കളിക്കാൻ പറ്റി. നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു ഇറങ്ങിയപ്പോൾ തൊട്ടേ. അത് ആ മാച്ച് എൻ്റെ വരെ നല്ലപോലെ ചെയ്യാൻ പറ്റി. എല്ലാം കണക്റ്റായി പോയി, അടിപോയി. ഇന്നത്തെ വിജയത്തിൽ ആ റൺസ് ശരിക്കും നിർണായകമായിരുന്നു. കാരണം അവസാനം നേടിയ 30 റൺസ് അതായിരുന്നു ശരിക്കും മത്സരത്തിൽ നിർണായകമായത്. അതെ, അത് മാത്രമല്ല, അല്ലാതെയും മുന്നേ കളിച്ച എല്ലാവരും കളിക്കണമുണ്ടായിരുന്നു. പിന്നെ ബോളേഴ്സും നല്ലപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ മാച്ചിനേക്കാളും നല്ലപോലെ എഫേർട്ടും ആ മാച്ച് ഫുള്ളായിട്ട് പ്ലെയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒത്തൊരുമ തന്നെയാണ് കളി ജയിപ്പിച്ചത്, അല്ലാതെ ഒരാളുടെ കളി മാത്രം കൊണ്ടല്ല ജയിച്ചത്. എല്ലാവരും കളിച്ചു നല്ലപോലെ. കഴിഞ്ഞ മത്സരത്തിലെ സൽമാൻ്റെ പ്രകടനം, അതിനുശേഷമാണ് ഇന്നിപ്പോൾ കൃഷ്ണദേവിൻ്റെ വെടിക്കെട്ട്. അതെ, അത് വളരെ നല്ലൊരു ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ആ ഒരു കാര്യം. കാരണം ലാസ്റ്റ് ഇറങ്ങി മാൻ ഓഫ് ദ മാച്ച് ആവാം എന്ന് സൽമാൻ ലാസ്റ്റ് മാച്ച് കൊണ്ട് കാണിച്ചത്. ആ സമയം തൊട്ടേ എനിക്ക് നല്ലൊരു ഇതായിരുന്നു. കാരണം എനിക്ക് എന്തായാലും എൻ്റെ ചാൻസ് ഇങ്ങനെ വരുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. ലാസ്റ്റ് 2-3 ഓവർ അത് ആ ഒരു ഇത് മാത്രമേ പ്രതീക്ഷയുള്ളൂ. അപ്പം സൽമാൻ വന്ന ആ ഒരു ഇന്നിങ്സ് കളിച്ചതിന് ശേഷം എനിക്കും നല്ലപോലെ കോൺഫിഡൻ്റ് ആയ ആ ഒരു അങ്ങനെ വന്നും എന്തും ചെയ്യാം എന്നുള്ള കാര്യം. അപ്പം അത് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഇന്നലെ സൽമാൻ കളിച്ച ആ ഒരു കളി. അത് കാലിക്കറ്റിൻ്റെ സോഷ്യൽ മീഡിയയിൽ നേരത്തെ മത്സരങ്ങൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ, അതിപ്പോൾ ഇന്നത്തെ മത്സരത്തിന് ശേഷം അത് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പവർ ഹൗസ് ദേവൻ എന്ന ടാഗ്ലൈനോട് കൂടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്ത് തോന്നുന്നു? വീഡിയോ കാണുമ്പം നല്ല സന്തോഷം. കളിക്കാൻ പറ്റി നല്ല പോലെ. ആ ഒരു എല്ലാവരും എനിക്ക് തന്ന ആ ഒരു ടീമിൽ തന്ന ആ ഇമ്പോർട്ടൻസും ആ ഒരു റോളും എനിക്ക് ഇന്ന് മാച്ചിൽ നല്ലപോലെ കാണിക്കാൻ പറ്റി. അതിൽ വളരെ സന്തോഷം. രോഹൻ എന്ന് പറയുന്ന നായകനെ പറ്റി എന്താ പറയാനുള്ളത്? രോഹൻ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ എന്ത് ചെയ്താലും നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ കളിച്ചാലും കളിച്ചില്ലെങ്കിലും പുറത്തിരുന്നാലും ഫീൽഡിങ്ങിനായാലും എന്തൊക്കെ സംഭവിച്ചാലും നല്ലപോലെ സപ്പോർട്ട് ചെയ്യണമുണ്ട്. നല്ലൊരു ക്യാപ്റ്റനാണ്. നിനക്കുള്ള ഡേ വരും എന്ന് കഴിഞ്ഞ എല്ലാ മാച്ചിലും എൻ്റെ അടുത്ത് വന്ന് പറയണുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ അടിപൊളിയാണ്. പുള്ളിക്കാരൻ നല്ലൊരു ക്യാപ്റ്റൻ, നല്ലൊരു ഇത് തരണുണ്ട് എല്ലാ മാച്ചിനും. ആ ഒരു ഇത് തരണുണ്ട് നമുക്കെല്ലാം. എന്തായാലും ഇതുപോലെയുള്ള പ്രകടനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതായത് കാലിക്കറ്റിൻ്റെ കയ്യിൽ ഇതുപോലെ ഇനിയും ഉണ്ട് എന്നാണ് ടീം മാനേജ്മെൻറ്റ്, അതായത് ഇതുപോലെയുള്ള താരങ്ങൾ ഇനിയും ഉണ്ട് എന്നാണ് ടീം മാനേജ്മെൻറ്റ് പറയുന്നത്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും മനോജ് വട്ടിയൂർക്കാവിനൊപ്പം എം നിഖിൽകുമാർ, ജനം.